ജലീൽ എന്നോടൊപ്പം അടൂരിൽ നിന്ന് ചേരുന്നു. ജലീൽ സാർ നമസ്കാരം. നമസ്കാരം. ജലീൽ, ഈ അടൂരിലൊക്കെ മതം നോക്കിയാണോ ആളുകൾ വോട്ട് ചെയ്യുന്നത്? എന്താണ് അവിടത്തേക്ക് ഒരു സാഹചര്യം? സാർ, ഞാൻ വ്യക്തമായിട്ടൊരു പാർട്ടിയുടെയും ആളല്ല, എങ്കിലും ഒരു പാർട്ടിയിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ കണ്ടിട്ടുള്ള രാഷ്ട്രീയത്തില് മിക്ക എല്ലാവരും സഹകരണം ഉള്ളതുകൊണ്ട്, ഇപ്പം അടൂരാണെങ്കിലും കോട്ടയത്തായാലും മലപ്പുറത്തായാലും വരുമ്പോൾ അവിടുത്തെ ഏത് ജാതിയാണോ മെജോറിറ്റി ഉള്ളത്, സാർ SNDP ആണെങ്കിൽ SNDP, മുസ്ലിങ്ങളാണെങ്കിൽ മുസ്ലിം. ഇപ്പൊ നിസ്സാര പഞ്ചായത്ത് ഇലക്ഷൻ വന്നാൽ പോലെ തന്നെ അവിടെ മുസ്ലിമിന് മെജോറിറ്റി ഉണ്ടെങ്കിൽ മുസ്ലിങ്ങളുടെ സ്ഥാനാർത്ഥി നിർത്തും. കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും അങ്ങനെ തന്നെ ചെയ്യാറുള്ളത്. എല്ലാ പാർട്ടിക്കാരും അങ്ങനെയാണോ ചെയ്യുന്നത്? എല്ലാ പാർട്ടിക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നത്. BJP അങ്ങനെ ചെയ്യുന്നുണ്ടോ? BJP അങ്ങനെ ചെയ്യുന്നില്ല, ചെയ്യാനായിട്ട് ആളിനെ കിട്ടാത്തോണ്ട് ചെയ്യുന്നില്ല. പക്ഷെ പഴവളത്ത് മലപ്പുറത്ത് സ്ഥാനാർത്ഥി MP സ്ഥാനാർത്ഥിയൊക്കെ അവരുടെ കൂടുതലും എപ്പോഴും അല്ലെ മുസ്ലിം സ്ഥാനാർത്ഥികളെയൊക്കെ നിർത്തിയിരുന്നു ഞാൻ കണ്ടത്. മുസ്ലിം സ്ഥാനാർത്ഥി പഴവളത്ത് നിർത്തിയായിരുന്നല്ലോ, പഴവളത്ത് നിർത്തി ജയിച്ചായിരുന്നല്ലോ. അല്ല, ജയിച്ചില്ല, തോറ്റു. ഒരു സ്ത്രീയെ, അതായത് വർഷങ്ങൾക്ക് മുമ്പ്. അല്ല, ഇത്തവണ അവിടെ നമ്മുടെ വൈസ് ചാൻസലർ ഞാൻ പറഞ്ഞ MP ഇലക്ഷൻ MP ഇലക്ഷൻ അത് എനിക്ക് വലിയ രാഷ്ട്രീയ ഇതില്ല. അങ്ങ് എന്തായാലും പറയുന്നത് ജാതിയും മതവും ഒക്കെ നോക്കിയാണ് ആളുകളെ നിർത്തുന്നത് എന്നാണ് പറയുന്നത് അല്ലേ? എല്ലാ പാർട്ടിക്കാരും അങ്ങനെ തന്നെ നിർത്തുന്നത്. ഇപ്പൊ കത്തോലിക്കക്കാർ കൂടുതലുണ്ടെങ്കിൽ ക്രിസ്ത്യാനികളെ നിർത്തുന്നത് അവർ തന്നെ അതിന്റെ മെജോറിറ്റി നോക്കിയിട്ടാണ് അവരവിടെ നിർത്തുന്നത്. ക്രിസ്ത്യാനി എന്ന് പറയുന്നത് നോക്കത്തില്ല. അവിടെ ഏത് സഭയാണ് അധികത്തിലുള്ള എന്ന് നോക്കിയിട്ട് അതനുസരിച്ചിട്ടുള്ള സ്ഥാനാർത്ഥിയായിരിക്കും നിർത്തുക. അങ്ങനെ അവര് നേരത്തെ വാർത്തെടുക്കുന്നു. അങ്ങനെയാണ് സംഭവിക്കുന്നത് ഇവിടെ. പിന്നെ പുള്ളി പറഞ്ഞതിന് ഞാൻ ന്യായീകരിക്കുമല്ല, ഞാൻ പറഞ്ഞത് എന്റെ അറിവ് ഞാൻ പറഞ്ഞു. ഒരു പ്രവാസിയാണ്, അറിഞ്ഞതുകൊണ്ട് ഇത് കേട്ടതുകൊണ്ടും കേട്ടോണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ വിളിച്ചതാണ്. സാർ, ജലീൽ നാട്ടിൽ വന്നിട്ട് എത്രയായി? കുറെ കാലമായോ? വിദേശത്ത് എവിടെയായിരുന്നു? വിദേശത്ത് ദുബൈയിലായിരുന്നു. നാട്ടിൽ മടങ്ങിയെത്തി അല്ലേ? മടങ്ങിയെത്തി. എല്ലാം നമ്മുടെ സ്വന്തം ബിസിനസ്സാ, എക്സ്പോർട്ട് ചെയ്യുന്നു, ഗാർമെന്റ്സ് എക്സ്പോർട്ടറാണ്. വെരി ഗുഡ്. അപ്പോൾ അത് ഒരു സന്തോഷകരമായ കാര്യമാണ്. അപ്പോൾ പ്രവാസികൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പൊതുവേദിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വലിയ ശക്തി തരുന്ന ആളുകളാണ്, എപ്പോഴും നമ്മളോടൊപ്പം ഉള്ളവരാണ്. അതുകൊണ്ട് ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ സുനിൽകുമാർ എന്നോട് പറയുന്നു, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും വോട്ട് ചെയ്തിരുന്നതിൽ കേരളം BJP ഭരിക്കുമായിരുന്നു എന്ന് പറയുന്നു. നിൽസ SK എന്നോട് പറയുന്നു, മതം നോക്കി വോട്ടെടുക്കാൻ ആണെങ്കിൽ സംഗീസ് എവിടെ ജയിക്കില്ലേ എന്ന് എന്നോട് ചോദിക്കുന്നു. കിഷോർ കോന്നി, എനിക്ക് ചുവന്ന ഹൃദയമുണ്ട്. കിഷോർ കോന്നിക്ക് എൻ്റെ 2 ചുവന്ന ഹൃദയങ്ങൾ ഞാൻ അങ്ങോട്ടേക്ക് അയക്കുന്നു. അപ്പോൾ നമ്മുടെ ശശിധരൻ വയലാർ എന്ന് എന്നോടൊപ്പം ചേർന്നു. ശശിധരൻ വയലാർ, നമസ്കാരം. ഈ വയലാറിൽ എങ്ങനെയാണ് ശ്രീ ശശിധരൻ? അവിടെ ഇതാണോ മതം നോക്കിയും ജാതി നോക്കിയൊക്കെയാണോ നിങ്ങൾ സ്ഥാനാർത്ഥികളെ നിർത്തുന്നത്? എന്റെ പൊന്നു മനു, ഒരു കാര്യം പറയട്ടെ. ഞങ്ങളിവിടെ 10 പേര് പുറത്തേക്ക് ഇറങ്ങിയാൽ അപരിചിതരാണെങ്കിൽ, പരിചയക്കാരാണെങ്കിൽ മാത്രം പിന്നെ സമുദായത്തിൽപ്പെട്ടാണ് എന്നൊക്കെ അറിയാം. അല്ലാതെ ഇവിടെ ജാതീയമായിട്ട് ഞങ്ങൾക്കൊരു വേർതിരിവ് ഞങ്ങൾ കാണിക്കാറില്ല. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ പറയുന്ന സജി ചെറിയാൻ ഇദ്ദേഹം മന്ത്രിയായിരിക്കുകയാണെന്നുള്ള ഓർക്കുമ്പോൾ വളരെ കഷ്ടമുണ്ട്. കുന്തവും കുടച്ചക്രവും ഒക്കെ പറഞ്ഞ് ഇപ്പൊ എന്ത് പറയണം, സത്യപ്രതിജ്ഞ ചെയ്ത് എന്തെന്നാണ്, ആ വാചകം എന്താണെന്ന് വരെ അദ്ദേഹത്തിന് ഓർമ്മ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തൊരു കഷ്ടമാണ്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് പരസ്യമായിട്ട് സപ്പോർട്ട് കൊടുക്കാൻ ആരും വരാത്തത്. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞിടയ്ക്ക് ഒരു പെൻഷൻ പരാമർശം നടത്തി, കേരളത്തിൽ ആളുകൾ മരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. കേരളത്തിൽ ആളുകൾ മരിക്കുന്നില്ല, എല്ലാവരും പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. 90 വയസ്സ്. ഇവിടെ കർഷകരില്ലെങ്കിൽ ഇവിടെ ജീവിച്ചുകൂടെ? തമിഴ്നാട്ടിൽ നിന്ന് അരി വരും. പള്ളിക്കൂടത്തിൽ പോണ പിള്ളേർക്കൊന്നും എഴുത്തുമാനെ അറിയില്ല. അങ്ങനെ എന്തെല്ലാം അദ്ദേഹം പറഞ്ഞു. ഇദ്ദേഹത്തെ എങ്ങനെ മന്ത്രിയായി എന്ന് ആലോചിക്കുമ്പോൾ വളരെയധികം കഷ്ടമുണ്ട്. അത് പ്രത്യേകം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ടേബിളിൽ നമ്മളൊക്കെ ചെറുപ്പത്തിലെ കമ്മ്യൂണിസ്റ്റ് ആയിട്ട് നടന്ന് എപ്പോഴും ആശയം കമ്മ്യൂണിസ്റ്റിന്റെ തന്നെയാണ് എന്റെ മനസ്സിൽ. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ ഇതിൽ നിഷ ചാക്കോ എനിക്ക് ഒരു 5 ഹൃദയങ്ങൾ അയച്ചിട്ടുണ്ട്, നീല നിറത്തിലുള്ളതാണ്. അപ്പോൾ നിഷ ചാക്കോന് ഞാൻ 10 ഹൃദയങ്ങൾ അങ്ങോട്ടേക്ക് അയക്കുകയാണ്. ഒപ്പം എന്നോടൊപ്പം നമ്മുടെ ശ്രീ അബ്ദുള്ള കണ്ണൂരിൽ നിന്നാണ് അല്ലേ? ശ്രീ അബ്ദുള്ള കണ്ണൂരിൽ എവിടെ നിന്നാണ്? കടവത്തൂരാണ്. അത് കോഴിക്കോട് ജില്ലയിൽ. കണ്ണൂർ എവിടെ നിന്നാണ്? കടവത്തൂർ. അത് ഏത് വഴിയില്ല? കടവത്തൂർ എന്ന് പറഞ്ഞാൽ എങ്ങോട്ട്, എവിടെയാ, ഏത് റൂട്ടിലാ? കടവത്തൂര് തലശ്ശേരിക്കടുത്താണോ? ഓഹോ, അത് ശരി. അപ്പോൾ അങ്ങ് TV ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേൾക്കാത്തതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലേ? ഇങ്ങോട്ട് ടെലിഫോണിലേക്ക് ശ്രദ്ധിക്കും. അപ്പോൾ ഈ തലശ്ശേരിയിൽ
ഒക്കെ മതം നോക്കിയാണോ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നത് ശ്രീ അബ്ദുള്ള? അങ്ങനെയൊന്നുമില്ലല്ലോ, നമ്മളിവിടെയല്ല, നമ്മൾ മതം നോക്കിയിട്ടൊന്നുമല്ല വോട്ട് ചെയ്തത്. ജനങ്ങൾക്ക് ആരെയാണ് ഇഷ്ടം, വികസനം, നയം, രാഷ്ട്രീയ എല്ലാം നോക്കിയാണ് വോട്ട് ചെയ്യുന്നത്. നമ്മളെ വാർഡിൽ ജയിച്ച പിന്നെ നമ്മൾ വോട്ട് ചെയ്തതും മതം നോക്കിയിട്ടല്ലോ. അത് ശരി. അപ്പൊ ഈ മന്ത്രിയുടെ ഈ ഒരു പ്രസ്താവനയെ ശ്രീ അബ്ദുള്ള എങ്ങനെയാണ് മന്ത്രിന്റെ പ്രസ്ഥാനം നന്ദിഗ്രാമവും പിന്നെ ചിന്തൂറൊന്നും അവർക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ടാ. ഓഹോ. അപ്പോൾ ഈ കാസർഗോഡും മലപ്പുറത്തും അങ്ങനെയാണോ എന്നൊരു സംശയം ആർക്കെങ്കിലും വരുമോ ഈ മന്ത്രിയുടെ തെറ്റായ അല്ലെങ്കിൽ അത് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ജയിച്ചതും അങ്ങനെ തന്നെ മതം നോക്കിയാൽ അവർ തന്നെ ആയിരിക്കുമല്ലോ ജയിച്ചിട്ടുണ്ടാവുക. അവിടെയുള്ള ഭൂരിപക്ഷ സമുദായത്തിൽ നിന്ന് തന്നെ ആയിരിക്കുമല്ലോ ജയിച്ചിട്ടുണ്ടാവുക. യെസ്, ഓക്കെ. അപ്പോൾ വ്യക്തമാണ്. ഏതായാലും ശ്രീ അബ്ദുള്ള അവിടുന്ന് വിളിച്ചു, കണ്ണൂരിൽ നിന്ന് തലശ്ശേരിക്ക് അടുത്താണ്. അങ്ങ് രാഷ്ട്രീയ പ്രവർത്തനമാണ്, എന്താ ചെയ്യുന്നത്? നാട്ടിൽ തന്നെ സ്വസ്ഥമായിട്ട് ഒത്തിരിക്കാം. ശരി, ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ജിയോ പിന്നെ എന്നോട് പറയുന്നു BJP എങ്ങനെ ഭരിക്കും, BJP വർഗീയ പാർട്ടിയാണോ എന്ന് എന്നോട് ചോദിക്കുന്നു. പിന്നെ ക്രിസ് പറയുന്നു പ്രൈം എക്സാമ്പിൾ ഇസ് കൊച്ചി മേയർ ബീങ് ഇലക്റ്റഡ് ഓൺ ലാറ്റിൻ കാത്തലിക്സ് റെക്കമെൻഡേഷൻ എന്ന് പറയുന്നുണ്ട്. അത് ക്രിസ് പറയുന്നത് അവരും സമ്മതിച്ച കാര്യമാണ് കേട്ടോ. മതം, അപ്പോൾ ജാതി ഒക്കെയാണ് അവിടുത്തെ അല്ലെങ്കിൽ സമുദായത്തിൻ്റെ ഒരു പിന്തുണ കിട്ടിയതുകൊണ്ടാണ് എന്നോട് പറയുന്നു. രേഷ്മ രാജേഷ് പറയുന്നു ഒരു കമ്മ്യൂണിസ്റ്റുകാരന് യോജിച്ച വർത്തമാനമല്ല സജി ചെറിയൻ പറഞ്ഞ കുട്ടൻ വിളക്കത്തലയാണത്. ആ കുട്ടൻ വിളക്കത്തല ഇപ്പോൾ എന്നോടൊപ്പം യൂട്യൂബിൽ ചേർന്നിട്ടുണ്ട്. നമ്മുടെ സ്ഥിരം പ്രേക്ഷകനായിരുന്നു കുട്ടൻ വിളക്കത്തലയെ. കുറേ ദിവസമായി കാണാനില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ കുട്ടൻ സുഖമായിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എനിക്കൊന്ന് മോളുടെ അക്കൗണ്ടിൽ നിന്നാണ് എനിക്ക് ഇത് അയക്കുന്നത്. വെരി ഗുഡ്. അപ്പോൾ ഏതായാലും കുട്ടൻ വിളക്കത്തല നമ്മുടെ പൊതുവേദി കാണുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ സന്തോഷം. ഞാൻ ഈ കമൻറ്റ് കാണാതിരുന്നപ്പോൾ കുട്ടൻ വിളക്കത്തല എങ്ങോട്ട് പോയെന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. ചിലപ്പോൾ വല്ല തിരക്കിലൊക്കെ പെട്ട് കാണും. ഏതായാലും കുഴപ്പമില്ല. DRMP മണി എന്നോട് പറയുന്നു വൈരുദ്ധ്യങ്ങൾ തമ്മിലുണ്ടാകുന്ന ഏറ്റുമുട്ടലുകളിലൂടെയാണ് എല്ലാ വിധത്തിലുള്ള പുരോഗതിയും ഉണ്ടാകുന്നത് എന്നാണ് ഹെഗലിൻ്റെ വൈരുദ്ധ്യാത്മിക ഭൗതികവാദം. ഈ ഏറ്റുമുട്ടലുകളും പുരോഗതി ഉണ്ടാക്കുമായിരിക്കും എന്നാണ്. ഏതായാലും അതൊരു ചെറിയ പരിഹാസം കൂടി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും തെസിസ്, ആൻറ്റിതെസിസ്, സിന്തസിസ് എന്ന വലിയ പ്രയോഗത്തെയാണ് ശ്രീ DRM മണി എടുത്ത് പറയുന്നത്. ഇപ്പോൾ പരസ്പരം വൈരുദ്ധ്യങ്ങൾ ഏറ്റുമുട്ടി ഒരു പുരോഗതി ഉണ്ടാകും എന്നാണല്ലോ. ഓക്കെ. അപ്പോൾ അതാണ് ബാലകൃഷ്ണൻ വടകര എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ബാലകൃഷ്ണൻ. മനു സാർ നമസ്കാരം. നമസ്കാരം. എന്റെ വിശ്വാസം ഇത് മന്ത്രി സജി ചെറിയാൻ ഒറ്റക്ക് പറഞ്ഞതല്ല, CPM എടുത്തൊരു തീരുമാനമാണ്. കാരണം അവർ കൂട്ടിയും കീച്ചും നോക്കിയിട്ട് ഇനി ന്യൂനപക്ഷ സമുദായമായ മുസ്ലിംസിന്റെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.